കാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ അന്നൊരു മത്സരം നടക്കുകയായിരുന്നു. എന്താണെന്നോ, അത് മരം കയറ്റ മത്സരമായിരുന്നു അത്. അതിനായി വേടൻ, കുരങ്ങൻ, കടിയനണ്ണാൻ, മണിയൻ മരപ്പട്ടി, ചിങ്കൻ ഓന്ത്, കോലൻ കാട്ടുപൂച്ച എന്നിവർ പേരു നൽകി അവസരം കാത്തു നിൽക്കുകയായിരുന്നു. ഇവരിൽ ആരാണോ മരം കയറ്റം മത്സരത്തിൽ ജയിക്കുന്നത്, അവരായിരിക്കും അടുത്ത വർഷം മത്സരം വരെ അവരുടെ നേതാവ്. കാടിന്റെ നടുവിലായി ആകാശമുട്ടെ നീളമുള്ള ഒരു വലിയ മരമുണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ആദ്യം കയറുന്നയാളായിരുന്നു വിജയി. മത്സരം നടക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അവിടേക്ക് സൂത്രൻ കുറുക്കൻ കയറിവന്നു. വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ സൂത്രൻ കുറുക്കന് മത്സരത്തിന് പങ്കെടുക്കണമെന്ന് വാശിയായി. പക്ഷേ കുറുക്കന് മരത്തിൽ കയറാൻ അറിയില്ലല്ലോ എന്ന് മറ്റു മൃഗങ്ങൾ പറഞ്ഞു. മരം കയറ്റ മത്സരം മാറ്റി നമുക്ക് ഓട്ടമത്സരം വെക്കാം എന്നായി കുറുക്കൻ. അത് ശരിയാകില്ല എന്ന് മറ്റു മൃഗങ്ങളും. അങ്ങനെ അവർ തമ്മിൽ വഴക്കായി. അപ്പോഴാണ് ആ വഴി ബുദ്ധിമതിയായ കാലിയ എന്ന കാക്ക പറന്നുവന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി അവൾ പറഞ്ഞു, ശരി, എന്നാൽ നമുക്ക് രണ്ടുപേരുടെയും ഭാഗം ചേർന്ന് ഒരു മത്സരം വെക്കാം. ആരും ഇതിൽ എതിർപ്പൊന്നും പറയരുത്. നമുക്കാ മരത്തിന്റെ പകുതി വരെ കയറുന്ന മത്സരവും അതിനുശേഷം ചെറിയൊരു ഓട്ടമത്സരവും വെക്കാം. ഇതിൽ നിന്നും വിജയി കണ്ടെത്തുകയും ചെയ്യാം. എല്ലാവർക്കും സമ്മതമായി. പക്ഷേ ഇത്തവണ നമ്മുടെ സൂത്രൻ കുറുക്കൻ പെട്ടതുതന്നെ. അവന് മരം കയറാൻ കഴിയില്ലായിരുന്നു. ഇത് മറ്റുള്ളവരറിഞ്ഞാൽ തനിക്കുണ്ടാവുന്ന നാണക്കേടോർത്ത് അവൻ മറ്റുള്ളവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എനിക്ക് സിംഹരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു സദ്യയിൽ പങ്കെടുക്കാനുണ്ട്. നിങ്ങൾ തന്നെ മത്സരം നടത്തിയാൽ മതി എന്നും പറഞ്ഞു. ഇത് കണ്ട് മറ്റു മൃഗങ്ങൾ കൂട്ടത്തോടെ ചിരിച്ചു. അവർ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെന്ന് തലയിടുന്നത് നല്ല സ്വഭാവമല്ല. വ്യത്യസ്തമായ കഥകൾ കേൾക്കാൻ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ.